വിശദമായി നോക്കാം. വന്യജീവി സംരക്ഷണ നിയമം ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. വന്യജീവികളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്താൽ വലിയ ശിക്ഷയാണ് നമ്മുടെ രാജ്യത്ത് നേരിടേണ്ടി വരിക. നമുക്കറിയാം, ഇവിടെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിലടക്കം നമ്മൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയുടെ കാരണം ഇത്തരത്തിലുള്ള ശക്തമായ മൃഗസംരക്ഷണ നിയമം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കല്ലാതെ ആർക്കും മൃഗശാലയോ മൃഗസംരക്ഷണ കേന്ദ്രമോ ആരംഭിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിച്ച്. അങ്ങനെയിരിക്കെയാണ് റിലയൻസ് ഗ്രൂപ്പ് വൻതാര എന്ന പേരിൽ മൃഗസംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത്. എന്നാൽ അതിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുകയും ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ്. അഭിഭാഷകനായ ജയ സുഗിൻ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് ജസ്റ്റിസ് പങ്കജ് മിത്തൽ, പ്രസന്ന ബി ബറാലെ എന്നിവരുടെ ബെഞ്ച് ഇന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. എന്താണ് ഇങ്ങനെയൊരു അന്വേഷണത്തിലേക്ക് നയിച്ച സാഹചര്യം? വൻതാരയ്ക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത്. വൻതാര എന്ന മൃഗസംരക്ഷണ കേന്ദ്രത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നത്. അത് പ്രധാനമായി എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് എന്താണ് വൻതാര എന്ന ഒരു വലിയ ബിഗ് പ്രോജക്ട് കൊണ്ട് എന്താണ് റിലയൻസ് ഗ്രൂപ്പ് ഉദ്ദേശിച്ചത് എന്ന് നോക്കാം. റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ്, നിയന്ത്രണത്തിലാണ് വൻതാര എന്ന വന്യജീവി പുനരധിവാസ കേന്ദ്രമുള്ളത്. വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമാണ്. രാജ്യത്ത് തന്നെ വൻകിട കോർപ്പറേറ്റ് ഭീമന്മാരാണ് റിലയൻസ് ഗ്രൂപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഇളയ മകനായ ആനന്ദ് അംബാനിയുടെ ആഗ്രഹപ്രകാരവും താൽപര്യപ്രകാരവുമാണ് വൻതാര എന്ന പേരിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രമാണ് റിലയൻസ് ഗ്രൂപ്പ് ആരംഭിക്കുകയാണുണ്ടായത്. വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രം എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് വെറുമൊരു മൃഗശാല മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാട്ടിലും നാട്ടിലുമൊക്കെയുള്ള മൃഗങ്ങൾക്കുള്ള ഒരു റീഹാബിലിറ്റേഷൻ കേന്ദ്രം, അതായത് പുനരധിവാസ കേന്ദ്രം എന്നാണ് ആ പ്രോജക്ടിന്റെ കോൺസെപ്റ്റ്. ഇന്ത്യയിലായാലും അതുപോലെ തന്നെ വിദേശത്തൊക്കെ അവിടെ പരിക്കേറ്റതും ഉപദ്രവിക്കപ്പെട്ടതും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നതുമായ മൃഗങ്ങളുടെ സംരക്ഷണം വൻതാര ഏറ്റെടുക്കും. അതുപോലെ തന്നെ അവിടെ ഈ കേന്ദ്രത്തിൽ അവയ്ക്കുള്ള ചികിത്സ നൽകും. അങ്ങനെയൊക്കെയുള്ള നിരവധി സജ്ജീകരണങ്ങളൊക്കെ അവിടെ വൻതാര എന്ന കേന്ദ്രത്തിലുണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗുജറാത്തിലെ ജാംനഗറിലാണ് വൻതാര മൃഗസംരക്ഷണ കേന്ദ്രമുള്ളത്. അവിടെ റിലയൻസ് റിഫൈനറി കോംപ്ലക്സിന്റെ ഗ്രീൻ ബെൽറ്റിലാണ് ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, അതിലുമൊക്കെ അപ്പുറത്താണ്. 3000 ഏക്കറിലധികമാണ് ഈ വൻതാര എന്ന മൃഗസംരക്ഷണ കേന്ദ്രം അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. ഒരു സാധാരണ ഒരു മൃഗശാലയൊക്കെ കണ്ടുവരുന്നത് പോലെ നമുക്ക് അവിടെ പോയി കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. നിലവിൽ എന്തായാലും പബ്ലിക്കിന്, അതായത് പൊതുജനങ്ങൾക്ക് അത് തുറന്നു നൽകിയിട്ടുമില്ല. ഭാവിയിൽ അത്തരത്തിലുള്ള പദ്ധതിയുണ്ട് എന്നൊക്കെ എന്തായാലും റിലയൻസ് ഗ്രൂപ്പ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇങ്ങനെയൊരു കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അത് ഉദ്ഘാടനം 2024 ഫെബ്രുവരിയിൽ അത് ലോഞ്ച് ചെയ്തു. പക്ഷേ അത് പിന്നീടാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2025 മാർച്ചിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു അവിടെ എത്തി അതിന്റെ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചത്. അദ്ദേഹം അവിടെ എത്തുന്നതും അവിടെ അതിനകത്ത് കയറി അവിടെയൊക്കെ സന്ദർശനം നടത്തുന്നതും മൃഗങ്ങളെ പരിപാലിക്കുന്നതും ചെറിയ സിംഹക്കുട്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ എത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. പക്ഷേ അത്തരത്തിലൊരു കേന്ദ്രത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു അന്വേഷണം വന്നിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇനി നോക്കാം, 2000-ലേറെ വിവിധ സ്പീഷീസുകളിൽപ്പെട്ട 2000-ലേറെ ജന്തുജീവജാലങ്ങളാണ് ഈ വൻതാര എന്ന മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രത്തിനകത്തുള്ളത്. അതിൽ തന്നെ ഈ ജീവജാലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതും കാണാത്തതുമായ നിരവധി മൃഗങ്ങൾ, അത് വിദേശത്തു നിന്നടക്കം കൊണ്ടുവന്ന പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അതിൽ തന്നെ പരിക്കേറ്റതും അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുജീവജാലങ്ങളും ഈ വൻതാര എന്ന കേന്ദ്രത്തിനകത്തുണ്ട് എന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ പലതരത്തിലുള്ള പല സ്പീഷീസുകളിൽപ്പെട്ട മൃഗങ്ങളും മറ്റ് ജീവികളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവയ്ക്കൊക്കെ അനുസൃതമായ ഒരാവാസ വ്യവസ്ഥ അവിടെ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 കോടിയിലേറെ മരങ്ങൾ ഈ ഒരു കേന്ദ്രത്തിനായി റിലയൻസ് ഗ്രൂപ്പ് അവിടെ വെച്ചുപിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മരങ്ങൾ മാത്രമല്ല, ഓരോ ജീവജാലങ്ങൾക്ക്, സിംഹങ്ങൾക്കായാലും പുലികൾക്കായാലും മറ്റ് പക്ഷികൾക്കായാലും മുതലകൾക്കായാലും അതിനൊക്കെ ചേരുന്ന തരത്തിലുള്ള ആവാസ വ്യവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് 3000-ലധികം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നത് എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ കൂടി ഈ വൻതാര എന്ന കേന്ദ്രത്തിലുണ്ട് എന്നതാണ്. സജ്ജീകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇവയ്ക്ക് ഇങ്ങനെ മേഞ്ഞു നടക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല, അവയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ
അതിനെ ചികിത്സിക്കാനുള്ള കേന്ദ്രം, മറ്റ് സജ്ജീകരണങ്ങൾ. ഇപ്പോൾ ആനയ്ക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഡയഗ്നോസ് ചെയ്യുക, അത് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ചികിത്സ ഒരുക്കുന്നതിനുമൊക്കെയുള്ള നിരവധി സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ വൻതാരയ്ക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമാണ്. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് മൃഗസംരക്ഷണം തന്നെയാണോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി വന്നിരിക്കുന്നു. അഭിഭാഷകൻ ജയ സുഗിൻ പൊതു താൽപര്യ ഹർജി സമർപ്പിക്കുന്നു. അപ്പോൾ ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടുള്ളത്. പ്രധാനമായ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നതിൽ ഒന്ന്, മൃഗങ്ങളെ ഏറ്റെടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള നിയമലംഘനം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണ നിയമലംഘനം നടന്നിരിക്കുന്നു. മൃഗചാരകൾക്കുള്ള നിയമം ലംഘിച്ചു. അങ്ങനെ വൻതാരയുടെ മറവിൽ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിലടക്കം അതിന്റെ പിൻപറ്റി കള്ളപ്പണം വെളുപ്പിക്കലടക്കം നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. അപ്പോൾ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ജസ്റ്റിസ് ജെ ചെലമേശ്വർ അധ്യക്ഷനായ 4 അന്വേഷണ സംഘത്തെയാണ് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ റിലയൻസ് ഗ്രൂപ്പിന്റെ ഒരു മറുപടി വന്നിട്ടുണ്ട്. ഈ അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് ആനന്ദ് അംബാനിയും അറിയിച്ചിട്ടുള്ളത്. ഇനി ഒരു വിദഗ്ധൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ വൻതാരയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്ന് നോക്കാം. സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുൽഫിക്കർ അലിയാണ് തത്സമയം ചേരുന്നത്. ശ്രീ സുൽഫിക്കർ അലി, എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് നിലവിലിപ്പോൾ വൻതാരയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്? നമുക്കറിയാം, ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കല്ലാതെ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഒരു മൃഗശാലയോ മൃഗസംരക്ഷണ കേന്ദ്രമോ ഒന്നും തുടങ്ങാൻ കഴിയില്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് റിലയൻസിന് അത് സാധിച്ചത്? അതുതന്നെയാണ് ഈ ഹർജിക്കാരൻ സുപ്രീം കോടതിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പ്രധാന ചോദ്യം. ഈ ഹർജിയിൽ സുപ്രീം കോടതി തന്നെ ഇത് പരിഗണിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഇതിൽ ആരോപിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കൃത്യമായ എവിഡൻസുകളോ മെറ്റീരിയലോ ഡോക്യുമെന്ററി എവിഡൻസുകളോ ഒന്നും ഈ ഹർജിക്കാർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഒന്നാമത്തെ കാരണം ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചോ ഓപ്പറേഷനെ കുറിച്ചോ ഒന്നും തന്നെ ഇതിലിപ്പോൾ ഒന്നും പൊതുജനങ്ങൾക്ക് ഇതിന്റെ യാതൊരു വിവരവുമില്ല. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോർപ്പറേറ്റ് കമ്പനിക്ക് ഇന്ത്യയിലെ നിയമത്തിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിൻബലത്തിലാണ് ഒരു സൂ തുടങ്ങാൻ കഴിയുക? ഇതിപ്പോ ഇവര് റെസ്ക്യൂ ഓപ്പറേഷൻ സെന്റർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തത്വത്തിൽ ഇതൊരു സൂ ആണ്. അവർ തന്നെ അവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അനിമൽ റെസ്ക്യൂ സെന്റർ എന്നാണ്. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൂ ആണിത്. അപ്പോൾ ഒരു സ്വകാര്യ മൃഗശാല സ്ഥാപിക്കാൻ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും അതുപോലെ തന്നെ ആ ആക്ടിന്റെ കീഴിലുള്ള റൂളും അതുപോലെ 2008 സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള സൂ അത് ഗൈഡ് ലൈൻ ഉണ്ട്. 2008 ഗൈഡ് ലൈൻസ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് സൂ എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഗൈഡ് ലൈൻ ഒക്കെ പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ വന്യമൃഗങ്ങളെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയോ പൊസസ് ചെയ്യുന്നതിന് വേണ്ടിയോ ഒന്നുമുള്ള അവകാശങ്ങളില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് 27/11/2000 സുപ്രീം കോടതിയിൽ നിന്നൊരു വിധിയുണ്ട്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഒരു സൂ പ്രവർത്തിക്കാനും സ്ഥാപിക്കാനും കഴിയൂ. അത് സ്വകാര്യ വ്യക്തികൾക്കായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണെങ്കിൽ പോലും ഒരു സൂ സ്ഥാപിക്കുന്നതിന് ഈ ഗൈഡ് ലൈൻ അനുശാസിക്കുന്ന പ്രകാരം മാത്രമേ കഴിയൂ. മാത്രവുമല്ല, ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സൂവിന് ഇതിന്റെ കീഴിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ അതോറിറ്റി സൂ അതോറിറ്റി അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ തന്നെ അനുമതി വാങ്ങിയിരിക്കണം എന്നും നിബന്ധന 27 നവംബർ 2000 ജഡ്ജ്മെന്റിലുണ്ട്. ഈ നിയമങ്ങൾ പാലിച്ചിട്ടാണോ ഈ സൂ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതിന് യാതൊരു മറുപടിയും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത്തരത്തിലായിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ഇങ്ങനെ ഒരു സൂ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇനി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നത് എന്താണെന്ന് നോക്കൂ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ 38 പറയുന്നത് അക്വിസിഷൻ ഓഫ് അനിമൽസ് ബൈ സൂ ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. അതിൽ പറയുന്നത് നോ സൂ ഷാൾ അക്വയർ സെൽ ഓർ ട്രാൻസ്ഫർ എനി വൈൽഡ് ഓർ ക്യാപ്റ്റീവ് അനിമൽ എക്സെപ്റ്റ് ഫ്രം ഓർ ടു റെക്കഗ്നൈസ്ഡ് സൂ എന്നാണ് പറയുന്നത്. ഒരു അംഗീകൃത മൃഗശാലയിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ അംഗീകൃത മൃഗശാലയിലേക്കല്ലാതെ ഒരു വൈൽഡ് ലൈഫിനെയോ വൈൽഡ് അനിമൽസിനെയും വിൽക്കാനോ വാങ്ങാനോ കഴിയില്ല എന്നാണ് അത് പറയുന്നത്. അതുപോലെ സെക്ഷൻ 39 എന്ന് പറയുന്നത്, ഈ ആക്ടിന്റെ സെക്ഷൻ 39 എന്ന് പറയുന്നത് എല്ലാ വൈൽഡ് അനിമൽസ് ടു ബി ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൽ നിന്ന് സ്വകാര്യ വ്യക്തിക്ക് കൈവശം വന്നു ചേരുന്ന വൈൽഡ് അനിമലോ വൈൽഡ് അനിമലിന്റെ ജഡമോ അതിന്റെ കൊമ്പോ പല്ലോ തുടങ്ങിയ ഏത് സാധനങ്ങളാണെങ്കിലും അത് മുഴുവൻ ഗവൺമെന്റ് പ്രോപ്പർട്ടിയായി ഒറ്റയടിക്ക് ഫോർത്ത് വിത്ത് ഡിക്ലറേഷൻ ആണ് ഈ ആക്ട് പറയുന്നത്. ലീഗൽ ഡിക്ലറേഷൻ ആണ്.
അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു നിയമവ്യവസ്ഥ രാജ്യത്ത് എങ്ങനെയാണ് ഒരു സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനത്തിന് ഇത്തരത്തിലൊരു സ്വകാര്യ ചോദ്യം ശ്രീ സുൽഫിക്കർ അലി, ഇതിന്റെ ഉദ്ഘാടനത്തിനെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു ഇതില്ലാതെ, ഒത്താശയില്ലാതെ എങ്ങനെ അനുമതി ലഭിച്ചു? അപ്പോൾ നിയമലംഘനത്തിന് കേന്ദ്ര സർക്കാർ കൂടി കൂട്ടുനിന്നു എന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും പ്രധാനമന്ത്രി അവിടെ ചെന്നു. അതുപോലെ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തെ എല്ലാ പ്രമുഖ വ്യക്തികളും, അന്താരാഷ്ട്ര പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്ത ഒരു വിവാഹ മാമാങ്കം അവിടെ നടന്നു. ഇത് ബൻതാരിയിലാണ് അംബാനിയുടെ മകന്റെ വിവാഹം നടന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ എല്ലാവരും ചെന്ന് കണ്ടിട്ടുണ്ട്, എല്ലാ ഗവൺമെന്റ് അധികാരികളും അവിടെ ചെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അതോറിറ്റിയുടെ പെർമിഷനിലാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഒരു സ്വകാര്യ വ്യക്തിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്നതാണ് നമ്മളെല്ലാം ഒരുതരം ഇരുട്ടിൽ നിർത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് തന്നെ ദുരൂഹമാണ്. നമുക്കറിയാവുന്ന ഒരു ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത് റിലയൻസിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടാണ്. നമുക്കറിയാം ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ കോർപ്പറേറ്റുകളും അവരുടെ പ്രോഫിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ സാമൂഹിക സേവനത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ റിലയൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര പുസ്തക കമ്പനിയായ റിലയൻസിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ഒരു വലിയ വിഹിതമാണ് ഈ സൂ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വിദേശ ഫണ്ട് ഇതിനല്ല. അപ്പൊ ഇവിടെ നോക്കൂ, ഈ സ്ഥാപനത്തിൽ ഈ സൂവിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന മൗണ്ടൈൻ ഗോറില്ല എന്ന് പറയുന്ന വളരെ എൻജേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഉണ്ട്. അതുപോലെ ഒറാങ്കുട്ടാനുണ്ട്. 2000-ഓളം ലയൺസ് ഉണ്ടെന്നാണ്, സിംഹങ്ങളുണ്ട്. 200-ഓളം ലയൺസ് ഉണ്ട്. 250-ഓളം ലെപ്പേർഡ്സ് ഉണ്ട്, ചീറ്റപ്പുലികൾ ഉണ്ടെന്നാണ്, ഈ പുള്ളിപ്പുലികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ 500-ഓളം മുതലകൾ. അങ്ങനെ ഒരുപാട് എൻജേഞ്ചേർഡ് ആയിട്ടുള്ള, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പല സ്പീഷീസുകളും വൈൽഡ് ലൈഫിനും 1,35,000 അനിമൽസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ വൈൽഡ് അനിമൽസിന് ഏത് നിയമത്തിന്റെ പരിധിയിൽ, അതുപോലെ പല ഈ പറഞ്ഞ ഈ മൗണ്ടൈൻ ഗോറില്ല ബ്രസീലിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അതുപോലെ ഈ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട്, കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഓൺ എൻജേഞ്ചേർഡ് സ്പീഷീസ്, എൻജേഞ്ചേർഡ് ഫോണ ആൻഡ് ഫോറ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട്. ആ ഇന്റർനാഷണൽ കൺവെൻഷൻ ഇന്ത്യയും ഒരു സിഗ്നേച്ചറിയാണ്, ഒരു മെമ്പറാണ്. അപ്പൊ ആ ട്രീറ്റിയുടെയും നഗ്നമായ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട്. ആ ട്രീറ്റിയിൽ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ആ ട്രീറ്റി വളരെ കൃത്യമായി എല്ലാ തരത്തിലുമുള്ള വൈൽഡ് ഈ അവരുടെ അപ്പൻഡിക്സിൽ പറയുന്ന അനിമൽസിന്റെ കൈമാറ്റം നിരോധിച്ചിട്ടാണുള്ളത്. അതിൽ പറയുന്നത് അപ്പൻഡിക്സ് 1-ൽ പറയുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് ത്രെറ്റൻഡ് വിത്ത് എക്സ്റ്റിങ്ഷൻ ഓർ ഇമ്മീഡിയറ്റ് എൻജേഞ്ചറിംഗ് ആണ്. ഇതിൽ വരുന്ന എല്ലാ ഇന്റർനാഷണൽ ട്രേഡും പ്രൊഹിബിറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ മൗണ്ടൈൻ ഗോറില്ല എന്ന് പറയുന്ന ഈ വളരെ എൻജേഞ്ചറിംഗ് ആയിട്ടുള്ള ഒരു സ്പീഷീസിനെ ബ്രസീലിൽ നിന്നും ഇന്ത്യയിലേക്ക് ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കൃത്യമായും ഈ ഇന്റർനാഷണൽ കൺവെൻഷന്റെ നഗ്നമായ ലംഘനമാണ്. അത് ഈ ഇന്ത്യയും കൂടി ട്രീറ്റി ആയിട്ടുള്ള ഒരു കൺവെൻഷന്റെ ലംഘനമാണ്. ഈ കൺവെൻഷന്റെ കീഴിൽ എല്ലാ രാജ്യങ്ങളും ഇതിലെ സിഗ്നേറ്ററി ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ കൺവെൻഷൻ പ്രകാരം സ്ഥാപിതമായ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ പെർമിഷൻ ഉണ്ടോ, ആ അതോറിറ്റി ഇത് വാച്ച് ചെയ്തിട്ടുണ്ടോ, അവരുടെ റെഗുലേഷൻ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഇരുട്ടിൽ ഒരു കംപ്ലീറ്റ് ഒരു പുകമറയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പിന്റെ വൻതാര എന്ന മൃഗസംരക്ഷണ കേന്ദ്രത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മൾ. ഇപ്പോൾ അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി തുടരുന്നുണ്ട്. ശ്രീ സുൽഫിക്കർ അലി, ഇതിലെങ്ങനെയാണ് ഈ കള്ളപ്പണ ഇടപാട് എന്ന ആരോപണം കൂടി ഉയർന്നു വരുന്നത്? ഇത് ഈ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ വളരെ പെക്യൂലർ ആയിട്ടുള്ള പല സ്പീഷീസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൗണ്ടൈൻ ഗോറില്ല പോലെയുള്ള, ഒറാങ്കുട്ടാൻ പോലെയുള്ള, അതുപോലെ വളരെ ഇതെല്ലാം പക്ഷികൾ, വളരെയധികം വിലപിടിപ്പുള്ള പക്ഷികൾ, ഇതൊക്കെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന, നമുക്ക് നമ്മളുടെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അപ്പുറത്ത് അമൂല്യമായ വിലമതിക്കാനാവാത്ത പ്രോപ്പർട്ടീസ് കൂടിയാണ് ഇതെല്ലാം. അപ്പൊ ഇതിനെ കൈമാറ്റം ചെയ്യുന്നിടത്ത് ഈ വിദേശ പണം എങ്ങനെയാണ് കൈമാറ്റം ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള അക്കൗണ്ടിൽ പെടാത്ത പൈസ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഈ അനിമൽസിന്റെ രൂപത്തിലാണോ എന്നുള്ളതൊക്കെയാണ്. കാര്യം ഇതൊരു ചെറിയ സംഖ്യയുടെ ഒരു പ്രോജക്റ്റ് അല്ലേ. ഇതിന്റെ പ്രോജക്റ്റിന്റെ സംഖ്യാബലം എത്രയാണെന്നുള്ള കാര്യത്തിൽ ബഡ്ജറ്റ് ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നിലവിൽ ആ സ്ഥാപനത്തിൽ ഇപ്പൊ നമ്മൾ ഈ വിവാഹ സമയത്താണ് ഇതിന്റെ മുഴുവൻ പല പിക്ചറുകളും പല വീഡിയോകളും നമ്മൾ ടെലിവിഷനിലൂടെ ഒക്കെ കണ്ടത്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വിശാലമായ എത്രയോ ഏക്കർ കണക്കിന് പറന്നു കിടക്കുന്ന ഒരു പ്രദേശത്ത് 1,50,000-ഓളം വരുന്ന മൃഗങ്ങളാണ് ഇതിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം മൃഗങ്ങളെയും പുറത്തുനിന്ന് ബ്രസീല്, വെനിസുല, അർജന്റീന, അതുപോലെ ഫിലിപ്പൈൻസ്, തായ്വാൻ, ഇങ്ങനെ പല രാജ്യത്തു നിന്നും കൊണ്ടുവന്നതാണ്. ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പണം ഏത് സോഴ്സിലൂടെയാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളത്,
എത്ര വലിയ സംഖ്യ ഏതൊക്കെ സോഴ്സിലൂടെ അങ്ങോട്ടെത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ആ രീതിയിലായിരിക്കാം ഇതിന്റെ കള്ളപ്പണ ഇടപാടിനെ കുറിച്ചുള്ള സംശയം വരുന്നത്. മറ്റൊന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള അതോറിറ്റിയുടെയും പെർമിഷൻ വാങ്ങിയതായിട്ട് നമുക്കറിയില്ല. സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്ന ഹർജി ഒരു കോടതി ആ ഉത്തരവ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായ മെറ്റീരിയൽസ് ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും കോടതിക്ക് തോന്നിയിരിക്കുന്നത് ഇതിന് അന്വേഷണം ആവശ്യമുണ്ട് എന്നാണ്. സാധാരണഗതിയിൽ ഒരു ഹർജി കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോൾ ഹർജിയിൽ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമായ തെളിവുകൾ ഇല്ലെങ്കിൽ ആ കോടതിക്ക് തള്ളിക്കളയാവുന്നതാണ്. പക്ഷെ കോടതി ഇത് തള്ളിക്കളയുന്നതിന് പകരം കോടതി സ്വമേധയാ തന്നെ ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. അത് ചെറിയ ആളുകളല്ലാതെ സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്ന ജസ്റ്റിസ് ചെലമേശ്വരനെ ചെയർമാൻ ആക്കിക്കൊണ്ടുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി സുപ്രീം കോടതി വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ഇന്റർനാഷണൽ കൺവെൻഷൻസിന്റെ ലംഘനമുണ്ടോ, ഇന്ത്യയിലെ ആക്ടിന്റെയും റൂൾസിന്റെയും ലംഘനമുണ്ടോ, ഗൈഡ് ലൈൻസ് എത്രത്തോളം പാലിച്ചിട്ടുണ്ട്, അതോറിറ്റിയുടെ പെർമിഷൻ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ സോഴ്സ് ഓഫ് മണി അന്വേഷിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയെ സുപ്രീം കോടതി തന്നെ നിയമിച്ചിരിക്കുന്നു. അത് ജസ്റ്റിസ് ചെലമേശ്വരൻ നേതൃത്വമുള്ള കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയുടെ ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഈ കേസിന് ഫർദർ പ്രൊസീഡിംഗ്സ് എടുക്കുക എന്നാണ്. നന്ദി ശ്രീ സുൽഫിക്കർ അലി. ഞാൻ സമയക്കുറവുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് വൻതാരയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എത്രത്തോളം നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതൊക്കെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.